നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇനി ഉൾപ്പെടുമോ? അതായത് ഏറ്റവും കൂടുതൽ ബ്രസീൽ ആരാധകരും നെയ്മർ ആരാധകരും ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്ക്വാഡിൽ മാറ്റം വരുത്തി നെയ്മർ ജൂനിയർ 2024 കോപ്പ അമേരിക്ക ബ്രസീൽ ടീമിൽ കളിക്കുമെന്നുള്ള വാർത്ത. അത് കേൾക്കാനാണ് ബ്രസീൽ ആരാധകരും നെയ്മർ ആരാധകരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. നെയ്മർ ജൂനിയർ ഓഗസ്റ്റോടെ മാത്രമാണ് കളിക്കളത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ബ്രസീൽ ഡോക്ടർ ഓൾറെഡി കൺഫേം ചെയ്തതാണ്. സൗദിയിൽ നിന്ന് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മർ ജൂനിയറിന്റെ റിക്കവറി പീരീഡ് വളരെ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് കോപ്പ അമേരിക്ക കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ബ്രസീൽ ഒഫീഷ്യൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റോടെ മാത്രമായിരിക്കും നെയ്മറിന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാനാകുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഡൊറിവാൽ ജൂനിയറും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്വാഡിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല. ഇനി വല്ല പരിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മാറ്റം വരാം. ഇനി 26 അംഗ ടീമാക്കി മാറ്റാനുള്ള അവസരം ലഭിച്ചാൽ പോലും നെയ്മറെ ആ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 8 മാസക്കാലത്തോളം കളിക്കളത്തിൽ ഇല്ലാതിരുന്ന നെയ്മർ ജൂനിയറെ ഡയറക്റ്റ് ആയിട്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു നെയ്മർ ആരാധകനാണെങ്കിൽ, ബ്രസീൽ ആരാധകനാണെങ്കിൽ ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് നെയ്മർ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിലവിലെ സാഹചര്യത്തിൽ നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്ക കളിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ കോപ്പ അമേരിക്ക ആരായിരിക്കും സ്വന്തമാക്കുക? ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.